Hello everyone, here is the guide to option registration KEAM 2024. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു സെഷനാണിത്. സോ ഹിയർ ആർ ദ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ ഇവരൊരു 7 സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു log on to the candidate portal through the website www.ce.kerala.gov.in using application number and password. ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എവിടെയെങ്കിലും എഴുതി വെക്കണം, ഓർമ്മയുണ്ടാവണം. അത് യൂസ് ചെയ്ത് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗ് ഓൺ ചെയ്യുക. ദെൻ ലോഗ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൽ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് 2. ദെൻ സ്റ്റെപ്പ് 3 ഈസ് പേയ്മെൻറ്റ് ഓഫ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ഓഫ് ₹2000. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, ഈ 2000 രൂപ നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അവിടെ വെക്കാൻ കാരണം ആരും കയറി വെറുതെ ഓപ്ഷൻസ് ഒരു ട്രയലായിട്ടൊന്ന് ഓപ്ഷൻസ് കൊടുത്തു നോക്കുക, എനിക്ക് അഡ്മിഷനൊന്നും വേണ്ട, വെറുതെ ഓപ്ഷൻസ് കൊടുക്കുക, അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഓപ്ഷൻസ് കൊടുക്കുന്നവരൊക്കെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ താല്പര്യമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയാൽ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ ഈ 2000 രൂപ തിരിച്ചു തരും, അല്ലെങ്കിൽ ഫീസിൽ കുറയ്ക്കും. ഓക്കെ, അങ്ങനെ ആ ഫീ പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ട പേജിലേക്ക് വരും. അവിടെ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. അതിനുശേഷം ഈ ഓപ്ഷൻസ് എല്ലാം സേവ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് കാണാൻ പറ്റും, വ്യൂ ആൻഡ് പ്രിൻറ്റ് ദ ഓപ്ഷൻസ് രജിസ്റ്റേർഡ്. അതെടുത്ത് നോക്കുക, അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് കൊടുത്ത ഓപ്ഷൻസ് എല്ലാം പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ദെൻ ലോഗ് ഓഫ് ഫ്രം ദ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് എപ്പോഴും ലോഗ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാം. ആർക്കെങ്കിലും ആ ഒരു പേജ് കിട്ടിയാൽ അതിൽ കറക്ഷൻസ് തിരുത്തുകളൊക്കെ വരുത്താം. അതുകൊണ്ട് എപ്പോഴും ലോഗ് ഓഫ് ചെയ്ത് വേണം ഇറങ്ങാൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്ന് അറിയണം. അതായത് നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഈ 4 ടൈപ്പ്, അല്ല ശരിക്കും 3 ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഓൾ. സോ ഫസ്റ്റ് വൺ ഓൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡും തേർഡും ഫോർത്തും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഓൾ. രണ്ടാമത്തത് ഗവൺമെൻറ് ബാർ എയ്ഡഡ്. നമുക്കൊരു 10-12 ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസ് ഉണ്ട്. മൂന്നാമത്തത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കൺട്രോൾഡ് കോളേജസ്, അതും ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അവിടെ ഗവൺമെൻറ് സെക്കൻഡ് ടൈപ്പിനേക്കാളും കുറച്ചുകൂടി ഫീസ് കൂടുതലാണ്. ദെൻ ഫോർത്ത് വൺ ഇസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അത് ഏകദേശം ഒരു 100 ഓളം വരും. തേർഡ് ടൈപ്പ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കൺട്രോൾഡ് കോളേജസ് നമുക്കൊരു 22 ഉള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഒരു 130 കോളേജുകൾ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. ഇനി നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടൈപ്പ് ഒരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ഓപ്ഷൻസ് കാണാം, റൈറ്റ് സൈഡിൽ സെലക്റ്റഡ് ഓപ്ഷൻസും കാണാം. ഇപ്പോൾ ഈ പേജിൽ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇനി സെലക്ട് ചെയ്യുന്നത്? അവൈലബിൾ ഓപ്ഷൻസ് ഇതിനകത്ത് ഏകദേശം 900 ഓപ്ഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് 2 കാണത്തുള്ളൂ. ഇനി ഇത് ഇത്രയും എണ്ണത്തിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ കോളേജ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇവിടെ സെർച്ച് ചെയ്യാം. സെർച്ച് ബൈ കോളേജ് ബാർ കോഴ്സ് എന്നുള്ളതിട്ട് കോളേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കോളേജിലുള്ള ഓപ്ഷൻസ് മാത്രമേ താഴെ ലിസ്റ്റ് ചെയ്ത് വരുള്ളൂ. ഇനി അതല്ല, എനിക്ക് ഏതെങ്കിലും കോളേജ് മതി, ഇനി കോഴ്സാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോഴ്സിൻ്റെ അവിടുത്തെ ഡ്രോപ്പ് ഡൗൺ മെനു എടുക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ആ കോഴ്സുള്ള എല്ലാ കോളേജുകളും ലിസ്റ്റ് ചെയ്ത് വരും. ഇനി രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, മുമ്പേ കാണിച്ച 4 ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിൽ ഏത് വേണമെങ്കിലും ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ മതി എന്നുണ്ടെങ്കിൽ ഓളെന്ന് തന്നെ അവിടെ കിടക്കും, അവിടെ ഓളെന്ന് തന്നെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് റൈറ്റിലേക്ക് വരും. ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും, റൈറ്റ് സൈഡിൽ ഒരെണ്ണം വന്നു. ഇവിടെ ഈ സാമ്പിളിനകത്ത് കിടക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്തിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സീറ്റാണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്.
ഇനി അതിനുശേഷം വീണ്ടും അടുത്ത ഓപ്ഷൻ രണ്ടാമതൊരു വേറൊരു ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ഓപ്ഷൻ റൈറ്റ് സൈഡിലേക്ക് വരും. ഇങ്ങനെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്ഷൻസിൽ നിന്നും എത്ര എണ്ണം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ആ ഓർഡർ ഓഫ് പ്രിഫറൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വെക്കണം. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ താഴോട്ടുള്ള ഓപ്ഷൻസ് മുഴുവൻ ക്യാൻസലായി പോകും, അതൊന്നും പിന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷനെ ഫസ്റ്റ് വൺ വെക്കാവൂ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ, അത് കഴിഞ്ഞിട്ട് തേർഡ് വൺ. നിങ്ങളൊരു 50 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 11ാമത്തെ ഓപ്ഷൻ മുതലുള്ളതൊക്കെ ക്യാൻസലായി പോകും, പിന്നീട് അത് കിട്ടില്ല. പിന്നെ മുകളിലേക്കേ വരുള്ളൂ. 10ൽ നിന്നും 9, 8, 7 അതിൽ ഏത് ഓപ്ഷൻ വേണേൽ പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് വേണം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാം റൈറ്റ് സൈഡിൽ വരും. റൈറ്റ് സൈഡ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് നോക്കാം, എൻ്റെ ഓർഡർ ശരിയാണോ എന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റ് പറ്റിയതായിട്ട് തോന്നിയാൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്വേർഡ് ഡൗൺവേർഡ് ആരോ യൂസ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഇതിൽ ചിലത് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ആ ഓപ്ഷനും ഉണ്ട്. അങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ശരിക്കും നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഒന്ന് വ്യൂ ചെയ്യുക, അത് പ്രിൻ്റ് എടുത്ത് വെക്കുക. പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ നോക്കുമ്പോൾ എന്തെങ്കിലും പിന്നെയും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇത് ഈ അപ്വേർഡ് ഡൗൺവേർഡ് ആരോ യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. അതിനുശേഷം നിങ്ങൾക്ക് ലോഗ് ഓഫ് ചെയ്ത് സൈറ്റിൽ നിന്നും പുറത്തിറങ്ങാം. ഇപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ ഓപ്ഷൻസ് 3-4 കാണിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സാമ്പിള് കോളേജ് പ്രിഫറൻസ് ആണ്. എനിക്ക് കോളേജാണ് എൻ്റെ പ്രിഫറൻസ്. എനിക്ക് ഏത് ബ്രാഞ്ച് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കുട്ടിയുടെ പ്രിഫറൻസ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ 3 കോളേജുകളാണ് അവിടെ സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. അപ്പം ഈ കുട്ടിക്ക് ഈ 3 ഏതൊരു കോളേജിൽ മതി, പക്ഷേ ഏത് കോഴ്സാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തുള്ള 3 കോഴ്സും ആദ്യമേ വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ. അത് കഴിഞ്ഞ് ചേർത്തലയിലുള്ള 4 കോഴ്സ് വെച്ചിട്ടുണ്ട്. ചേർത്തലയിൽ IHRD കോളേജ് ആയതുകൊണ്ട് അവിടെ ഓരോ കോഴ്സിനും 2 ടൈപ്പ് ഓഫ് സീറ്റുണ്ട്. മെറിറ്റ് റെഗുലേറ്റഡ് ഫീയുമുണ്ട്, മെറിറ്റ് ഫുൾ ഫീയുമുണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. രണ്ടും വെച്ചാലേ രണ്ടിലേക്കും കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം ടോട്ടലി 8 ഓപ്ഷൻസ് ഉണ്ട് ചേർത്തലയിൽ തന്നെ. അതേപോലെ ചെങ്ങന്നൂരും എല്ലാ ടൈപ്പ് സീറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കും. മെറിറ്റ് റെഗുലേറ്റഡ് ഫീയും വെച്ചിട്ടുണ്ട്, മെറിറ്റ് ഫുൾ ഫീയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോളേജ് പ്രിഫറൻസ് ഉള്ളൊരു കുട്ടിയുടെ സാമ്പിളാണ്. സെക്കൻഡ് വൺ കോഴ്സ് പ്രിഫറൻസ്. കോളേജ് ഏതായാലും കുഴപ്പമില്ല, എനിക്ക് കോഴ്സ് തന്നെയാണ്, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ മതി എന്നുള്ള ഒരു കുട്ടി. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ ആദ്യത്തെ പ്രിഫറൻസ്. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലുള്ള ഈ 3 കോളേജിലെയും എല്ലാ സീറ്റും വെച്ചതിന് ശേഷം അടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചു, അത് കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് വെച്ചു, അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ വെച്ചു. അപ്പോൾ ഇത് കാണുന്നവർ ഇത് ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ വെക്കുക. ഇനി കോഴ്സും ഫൈനാൻസും കൂടെ നോക്കുന്നവർ, അതായത് എനിക്ക് കുറഞ്ഞ ഫീസിൽ പഠിച്ചാൽ മതി എന്നുള്ളവർ ആ കോഴ്സിലെ മെറിറ്റ് ഫീസ് ഉള്ള ടൈപ്പ് മാത്രം സെലക്ട് ചെയ്തു. അതിനുശേഷം കോഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് താഴേക്ക് എല്ലാ കോളേജുകളിലെയും മെറിറ്റ് ഫീയുടെ മാത്രം സെലക്ട് ചെയ്തു. ഓപ്ഷൻ 4 ഫൈനാൻസ്. കോഴ്സ് ഏതായാലും കുഴപ്പമില്ല, എനിക്ക് മെറിറ്റ് ഫീയിൽ പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കോഴ്സും അങ്ങ് കൊടുത്തേക്കുന്നത്. പക്ഷേ കൊടുത്തിരിക്കുന്നത് എല്ലാം ഫ്രീ ആയിട്ട് മെറിറ്റിൽ റെഗുലേറ്റഡ് ഫീയുടെ സീറ്റുകൾ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇത് 1 കോഴ്സ്, എനിക്ക് കമ്പ്യൂട്ടർ മാത്രം മതി എനിക്ക് അഡ്മിഷൻ എന്നുള്ള ഒരു കുട്ടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ കോളേജുകളും കൊടുത്തിട്ടുണ്ട് റൈറ്റിൽ, പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രം മതി. അപ്പോൾ ആ കോളേജിൻ്റെ ഓർഡർ അനുസരിച്ച് ഇത് റൈറ്റ് സൈഡിൽ കോളേജ് വന്നിരിക്കുന്നു. ലാസ്റ്റ് വൺ ഹോം സിക്ക് സ്റ്റുഡൻസ് പ്രിഫറൻസ് റിസൈഡിങ് നിയർ ചേർത്തല. ഞാൻ ചേർത്തല എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ഫാക്കൽറ്റിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തല സാമ്പിൾ എടുത്ത് കാണിച്ചത്. അപ്പോൾ ചേർത്തലയ്ക്ക് ചുറ്റുപാടും താമസിക്കുന്ന ഒരു കുട്ടിക്ക് എനിക്ക് ഏത് കോഴ്സായാലും കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ നിന്ന് പോയി വന്ന് പഠിക്കണം എന്നുള്ളൊരു കുട്ടി, ഇപ്പം ഫോർ എക്സാമ്പിൾ വൈക്കത്തുനിന്നോ അല്ലെങ്കിൽ എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണിത്. ചേർത്തലയിലുള്ള 4 കോഴ്സും
2 ഓപ്ഷൻസ് വീതമുണ്ട്. അങ്ങനെ ടോട്ടൽ 8 ഓപ്ഷൻസ് ഉണ്ട് അവൈലബിൾ ആണ്. അത് മാത്രം കൊടുത്തേക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഈ റൈറ്റ്സ് ചേർത്തല കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. അതെങ്കിൽ എന്നോട് സംശയമായിട്ട് ചോദിച്ചാൽ അത് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.